27 മണിക്കൂർ നീണ്ട ഇന്ത്യ സന്ദർശനം അവസാനിപ്പിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ മടങ്ങിയിരിക്കുകയാണ്. പ്രതിരോധം, വ്യാപാര രംഗത്ത് ഇന്ത്യയുമായുള്ള സഹകരണം ഊട്ടിയുറപ്പിച്ചാണ് പുടിന്റെ മടക്കം. ട്രംപിന്റെ തീരുവയുടെയും അതോടൊപ്പം തന്നെ യുക്രൈൻ യുദ്ധത്തിന്റെയും സാഹചര്യത്തിൽ പുടിന്റെ ഇന്ത്യ സന്ദർശനം ലോകം ഉറ്റുനോക്കിയിരുന്നു. ഇന്ത്യ വീണ്ടും റഷ്യൻ പാളയത്തിലേക്ക് അടുക്കുന്നതിന്റെ സൂചനയാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുകയാണ്. US വിരോധ ഭീഷണിക്കിടയിലും ഇന്ത്യ തടസ്സമില്ലാതെ ക്രൂഡ് ഓയിൽ എത്തിക്കുമെന്ന റഷ്യയുടെ പ്രഖ്യാപനമാണ് പല മാധ്യമങ്ങൾക്കും വാർത്തയായത്. 5 വർഷത്തിനുള്ളിൽ $100 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം നടത്താൻ ഇന്ത്യ റഷ്യ ധാരണയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ നടത്തിയ ഉഭയകക്ഷി ഉച്ചകോടിയിലാണ് 5 വർഷത്തേക്കുള്ള തന്ത്രപ്രധാനമായ സാമ്പത്തിക റോഡ് മാപ്പ് പുറത്തിറക്കിയത്. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനായി റഷ്യൻ ഭാഗത്ത് നിന്ന് തീരുവ, അത് ഇതര തടസ്സങ്ങളും അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളും നീക്കം ചെയ്യുമെന്ന് ഉച്ചകോടിക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പുടിൻ പറയുന്നുണ്ട്. നിലവിലെ പ്രതിസന്ധികൾക്കിടയിലും കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ വ്യാപാരം 12% വർദ്ധിച്ച് $64 ബില്യൺ ഇടപാടുകളുടെ 96% ദേശീയ കറൻസികളാണ് നടക്കുന്നതെന്നും പുടിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റഷ്യൻ സഹായത്തോടെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ ആണവ നിലയത്തിന്റെ സ്ഥലം അത് കണ്ടെത്താനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ധാരണയായി. കൂടാതെ കുടംകുളം ആണവ നിലയത്തിലെ ശേഷിക്കുന്ന യൂണിറ്റുകൾ പൂർത്തിയാക്കാനും റഷ്യ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നിർമ്മാണം, എഞ്ചിനീയറിംഗ്, IT മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് റഷ്യയിൽ തൊഴിൽ നൽകുന്നതിനുള്ള കുടിയേറ്റ കരാറും ഒപ്പുവെച്ചു. ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ എണ്ണ, പ്രകൃതിവാതകം, കൽക്കരി എന്നിവയുടെ വിതരണക്കാരായി റഷ്യ തുടരുമെന്നും പുടിൻ ഉറപ്പു നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുറേഷ്യൻ എക്കണോമിക് യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വേഗത്തിൽ പൂർത്തിയാക്കാനും ധാരണയിലെത്തി. സോവിയറ്റ് യൂണിയനിൽ അംഗങ്ങളായിരുന്ന റഷ്യ, അതോടൊപ്പം തന്നെ ബെലാറസ്, കസഖ്സ്ഥാൻ, അർമേനിയ, കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന സാമ്പത്തിക കൂട്ടായ്മയാണ് EAEU. ഇതിനു പുറമെ അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് ഇടനാഴിയും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ലിങ്ക് ഉൾപ്പെടെ കണക്ടിവിറ്റി പദ്ധതികളും ചർച്ചയാക്കുന്നുണ്ട്. പ്രതിരോധ സഹകരണത്തിൽ സംയുക്ത ഗവേഷണം, സംയുക്ത വികസനം, നൂതന സൈനിക സാങ്കേതിക വിദ്യകളുടെ സംയുക്ത നിർമ്മാണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്നും ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇന്ത്യ റഷ്യ സൗഹൃദം ധൃവാധാരത്തിന് തുല്യമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. ആഗോളതലത്തിലെ പ്രതിസന്ധികൾക്കിടയിലും 8 പതിറ്റാണ്ടായി ഈ ബന്ധം സ്ഥിരതയോടെ നിലനിൽക്കുന്നതായി മോദി പറഞ്ഞു. യുക്രൈൻ വിഷയത്തിൽ സമാധാനപരമായ പരിഹാരത്തിനായുള്ള ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. പ്രോട്ടോകോൾ ലംഘിച്ച് മോദി പുടിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയതും ശ്രദ്ധേയമായി. ഔദ്യോഗിക വാഹനങ്ങൾ ഉപേക്ഷിച്ച് ഇരു നേതാക്കളും ടൊയോട്ട ഫോർച്യൂണറിൽ യാത്ര ചെയ്തതും അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.